സൗർമതിയുടെ സംസ്കാര വേദി വെച്ച് എനിക്ക് നിമിത്തം എന്ന് പറയുന്ന ഷോർട്ട് മൂവിക്ക് ഒരു ആദരവ് ലഭിച്ചത് അത് മദ്യത്തിന് ലഹരിക്കെതിരായിട്ടുള്ള പ്രോജക്റ്റ് ആയിരുന്നു. ഞാനിപ്പം നെക്സ്റ്റ് ഒരു സ്റ്റോറി ഞാൻ എഴുതി തീർന്നു, അതിന്റെ ക്ലൈമാക്സിലേക്ക് പോകുന്നു. അതിന്റെ അടുത്ത് തന്നെ അത് ഷൂട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. പിന്നെ നല്ലൊരു കാര്യമാണ് സൗർമതി ഏറ്റവും കൂടുതലായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നല്ല ചിന്തിക്കുക, നല്ല പ്രവർത്തിക്കുക. ഒത്തിരി നന്മകളെ കുറിച്ചാണ് കലാകാരന്മാര്, നന്മയുള്ളിടത്താണ് കലാകാരന്മാർ വളരുന്നത്. കലാകാരന്മാർക്ക് നന്മയുണ്ട്, അതുകൊണ്ടാണ് മോശമായ രീതിയിലേക്ക് പോകാതെ നല്ല നല്ല കവിതകൾ, സാറിൻ്റെയൊക്കെ കവിതകളൊക്കെ നല്ല കവിത അവിടെ ഇരുന്ന് കേട്ടിട്ട് ആദ്യമായിട്ടാണ് ഈ കവിതകൾ കേൾക്കാൻ പറ്റിയത്. ഒത്തിരി സന്തോഷമുണ്ട് കേട്ടോ, ഒത്തിരി കവിതകൾ കേൾക്കാൻ പറ്റി. അപ്പം ഞാനിപ്പം 2-3 സിനിമകളിലേക്ക് അഭിനയിക്കാനായിട്ട് സാധിച്ചു. റിലീസായിട്ടില്ല, ആയിക്കൊണ്ടിരിക്കുന്നു. പിന്നെ ഞാനിപ്പോൾ ചെറിയൊരു 2-3 പേരുടെ ഇമിറ്റേഷൻ ഞാൻ ചെയ്യാൻ പോകുന്നു. ആദ്യം നമ്മളുടെ ബൈജു, നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബൈജു സാറിൻ്റെ ആണ്. ബൈജു സാറ് എൻ്റെ പ്രോഗ്രാം, ഇൻസ്റ്റയിൽ എൻ്റെ പ്രോഗ്രാം കണ്ടിട്ട് സാറ് പറയണ്ടായിരുന്നു, എന്താ പൊന്നെ കൊള്ളല്ല എന്റെ അതേ സ്റ്റൈല് തന്നെ കൊള്ളാം, സൂപ്പർ ആയിരുന്നു. എടാ നോക്കി കാണാൻ കേട്ടാ, ഞാൻ ഇപ്പൊ തിരുവനന്തപുരത്തില്ല, എറണാകുളത്താണ്. കൊള്ളാം, സൂപ്പർ, അടിപൊളി, നടക്കട്ടെ കേട്ടാ. സാറിന്റെ ഒരു പടത്തില്, നമ്മുടെ ലൂസിഫർ എന്ന് പറഞ്ഞ പടത്തില് 2 ഡയലോഗ്, എന്താ ലൂസി നിനക്ക് ഒരു മര്യാദയില്ല, നീ അപ്പുറത്തുനിന്ന് പെടുത്തപ്പം ഇപ്പുറത്ത് അച്ഛനുള്ള നീ മറന്നുപോയ, നിനക്ക് പണി വരുന്നതേ ഉള്ളു മോനെ, നീ ചെല്ലേ ചെല്ലേ ഓക്കെ ശരി എന്നാ. പിന്നെ നമ്മളുടെ ജയറാമേട്ടൻ, ഒയ്യോ എന്റെ പൊന്നു, ഒയ്യോ അമ്മാവോ അങ്ങനെയല്ല, ഈ ബിന്ദു എന്തോന്നടി കുറെ നേരെ അവള് കിടന്നിട്ട് പരുവ് നിനക്ക് വേറെ ഒരു പണിയില്ല, എന്റെ പൊന്നു വൈരവ ഒന്ന് പിടിച്ചു മാറ്റണം. ഒയ്യോ പണ്ടാര ശവ പിടിക്കാനായിട്ട്, ഒയ്യോ. പിന്നെ നമ്മളുടെ ജനാർദ്ദനേട്ടൻ, പറയാത്തടുത്ത് ഒരു വിശ്രമിക്ക് നിന്നോട് പറഞ്ഞത് ഇങ്ങനെയാണോടാ കൊടക്കപ്പി, ഇങ്ങനെയല്ലടാ, ഇങ്ങനെ അറിയടാ, ഞാൻ പോത്ത്. ഈ നമ്മളുടെ കഴിഞ്ഞ കുറച്ചൊക്കെ വർഷങ്ങൾക്ക് മുമ്പ് സുരേഷ് ഗോപി സാറ് ഈ കണിച്ചുകുളങ്ങര വന്ന്, അപ്പോഴേക്കും ആ വേദിയിൽ കേട്ട 2-3 കാര്യങ്ങൾ എനിക്ക് സ്ട്രൈക്ക് ചെയ്തു. അപ്പൊ അതുകൊണ്ട് ഞാൻ 2 വാക്കൊന്ന് സാറിന്റെ ഒന്ന് അനുകരിക്കും. അതായത് ഞാൻ ഈ വേദിയിലേക്ക് വരുന്ന സമയത്ത് 2-3 കുട്ടികൾ അവിടെ നിന്ന് പറയുകയുണ്ടായി, ദാ പോയിട്ട് വന്ന്. അതാണ് എനിക്ക് സ്ട്രൈക്ക് ചെയ്തത്. 2 കുട്ടികൾ ഞാൻ ചെയ്യുന്ന പ്രോഗ്രാം അത് അത്രയും അഗ്രസീവായിട്ട് കേൾക്കുന്നുണ്ടെങ്കിൽ, അതേപോലെ നമ്മളെ ഓരോ കാര്യത്തിലും നമ്മൾ ഇൻവോൾവ് ആയാൽ ഒരു പക്ഷേ പല കാര്യങ്ങളും നല്ല രീതിയിലാക്കാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അതുകൊണ്ട് നല്ല ചിന്തകളാണ്, നല്ല പ്രവൃത്തികളാണ് മുന്നോട്ട് വെക്കേണ്ടത്. അതുകൊണ്ട് എല്ലാം നല്ല രീതിയിലാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു സോ മച്ച്.